ദേശാഭിമാനി മുഖപ്രസംഗം 2024 ജൂൺ 24. പ്രത്യേക പാക്കേജിൻ്റെ അനിവാര്യത. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സർവ്വശ്ലേഷിയായ സമഗ്ര വികസനം, ഒപ്പം ജനക്ഷേമ ദർശനത്തിലൂന്നിയ സാമൂഹിക സുരക്ഷാ നടപടികൾ. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ പിണറായി വിജയൻ നയിക്കുന്ന LDF സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ബദൽ നയത്തിൻ്റെ അടിസ്ഥാനം ഇതാണ്. നിയോ ലിബറൽ സാമ്പത്തിക നയത്തിൽ സാമൂഹികമായ പുറന്തള്ളൽ സംഭവിക്കുമ്പോൾ സാമൂഹികമായ ഉൾക്കൊള്ളൽ അഥവാ സർവ്വശ്ലേഷിയായ വികസനം എന്ന നയമാണ് കേരളം സ്വീകരിച്ചിട്ടുള്ളത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മനുഷ്യജീവിതം മെച്ചപ്പെടുത്തലാകണം സാമ്പത്തിക വളർച്ചയുടെ ലക്ഷ്യമെന്ന് LDF സർക്കാർ കരുതുന്നു. ഈയൊരു ലക്ഷ്യത്തിൽ നിന്ന് കേരളത്തിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക, അഭ്യസ്തവിദ്യരുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുക എന്നിവയൊക്കെയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ള പൊതുവായ സമീപനം. കിഫ്ബി വഴി വായ്പയെടുത്ത് പശ്ചാത്തല സൗകര്യ വികസനത്തിലെ പോരായ്മകൾ പരിഹരിക്കാനുള്ള ശ്രമം, വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള പരിവർത്തനം തുടങ്ങിയവയെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. എന്നാൽ ഈ വികസന തന്ത്രത്തെ ആകെ അട്ടിമറിക്കാനാണ് BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ തുടർച്ചയായി ശ്രമിച്ചത്. കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും വായ്പകൾ മുൻകാല പ്രാബല്യത്തോടെ സംസ്ഥാന സർക്കാരിൻ്റെ വായ്പയായി പരിഗണിച്ചതും കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതുമെല്ലാം ഈ ലക്ഷ്യത്തോടെയാണ്. ഈ സമീപനം സംസ്ഥാനത്ത് സൃഷ്ടിക്കുന്ന ധനപരമായ വൈഷമ്യം ചെറുതല്ല. ഉപരോധ സമാനമായ സാമ്പത്തിക വിവേചനമാണ് കേരളത്തോട് കാണിക്കുന്നത്. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന കേരളത്തിൻ്റെ ആവശ്യത്തിൻ്റെ അനിവാര്യതയും പ്രസക്തിയും വ്യക്തമാകുന്നത്. മനുഷ്യവിഭവ വികസനം, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ, സ്റ്റാർട്ടപ്പ് തുടങ്ങിയ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്താനും ഇനിയും മുന്നേറാനും പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് ബജറ്റിന് മുന്നോടിയായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വിളിച്ച സംസ്ഥാന ധനമന്ത്രിമാരുടെ യോഗത്തിൽ മന്ത്രി KN ബാലഗോപാൽ ആവശ്യപ്പെട്ടിരുന്നു. സാമ്പത്തിക പ്രയാസം മറികടക്കാൻ 2 വർഷത്തേക്ക് പ്രത്യേക സഹായം വേണം. വായ്പാ പരിധി സംസ്ഥാനം മൊത്തം ആഭ്യന്തരോൽപാദനത്തിൻ്റെ 3.5% വർദ്ധിപ്പിക്കുക. ചരക്കു സേവന നികുതിയിലെ കേന്ദ്ര സംസ്ഥാന പങ്കിടൽ 50-50 ആക്കുക. മൂലധന നിക്ഷേപത്തിന് 5,000 കോടി അനുവദിക്കുക. സിൽവർ ലൈൻ റെയിൽ പദ്ധതിക്ക് അനുമതി നൽകുക എന്നീ ആവശ്യങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. കേരളത്തിന് അർഹമായ ധനവിഹിതം കേന്ദ്രം നിഷേധിക്കുന്നതാണ് നമ്മുടെ ധന അസന്തുലിതാവസ്ഥയുടെ മുഖ്യ കാരണം. 2023-24 കേരളത്തിൻ്റെ മൊത്തം റവന്യൂ വരുമാനത്തിൽ 80% തനതു വരുമാനമായിരുന്നു. കേന്ദ്ര വിഹിതം 20% മാത്രം. മറ്റു പല സംസ്ഥാനങ്ങൾക്കും, പ്രത്യേകിച്ച് ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ ലഭിക്കുന്ന കേന്ദ്രവിഹിതം ഇതിലും എത്രയോ കൂടുതലാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ ഭരണഘടനാപരമായി സംസ്ഥാനത്തിന് കൈമാറേണ്ട വിഹിതത്തിൽ വരുത്തിയ കുറവാണ് കേരളത്തെ പ്രയാസത്തിലാക്കുന്നതെന്ന് വ്യക്തം. 2022-23 അപേക്ഷിച്ച് 2023-24 കേന്ദ്ര ഗ്രാൻറ്റിൽ വെട്ടിക്കുറച്ചത് 15,904 കോടി രൂപയാണ്. ഇത്രയും വെട്ടിക്കുറച്ചിട്ടും കേരളത്തിൻ്റെ ആകെ റവന്യൂ വരുമാനത്തിൽ വന്ന കുറവ് 10,302 കോടി രൂപ മാത്രം. സംസ്ഥാനത്തിൻ്റെ റവന്യൂ വരുമാനത്തിൽ പ്രധാനമായും 2 ഭാഗങ്ങളുണ്ട്. ഒന്ന്, സംസ്ഥാനം നേരിട്ട് പിരിക്കുന്ന വരുമാനം. രണ്ടാമത്തേത് കേന്ദ്ര സർക്കാർ പിരിച്ച് സംസ്ഥാനങ്ങൾക്ക് കൈമാറുന്നത്. കേന്ദ്രം പണം കൈമാറുന്നത് 3 വഴികളിലൂടെയാണെന്നും അറിയുക. നികുതി വിഹിതം, ഗ്രാൻറ്റുകൾ, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കുള്ള സഹായം എന്നിവയാണ് ആ വഴികൾ. ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ധനകമ്മീഷനാണ് നികുതിയുടെ പങ്കിടൽ ശുപാർശ ചെയ്യുന്നത്. നികുതി വിഹിതത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിന് വലിയ നഷ്ടമാണ് തുടർച്ചയായി സംഭവിച്ചെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. 10ാം ധനകമ്മീഷൻ ശുപാർശ ചെയ്ത വിഹിതം 3.9% ആയിരുന്നെങ്കിൽ ഇപ്പോഴത് 1.925% മാത്രം. ഈ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ 15ാം ധനകമ്മീഷൻ കാലയളവിൽ കേരളത്തിന് നഷ്ടമായത് 85,000 കോടി രൂപ. കേന്ദ്ര സർക്കാരും കേരളത്തിലെ പ്രതിപക്ഷവും വലതുപക്ഷ മാധ്യമങ്ങളുമെല്ലാം ഈ യാഥാർത്ഥ്യങ്ങൾ മറച്ചു പിടിക്കാനാണ് എന്നും ശ്രമിക്കുന്നത്. ഇനിയെങ്കിലും പ്രതിപക്ഷം കേരള വിരുദ്ധ സമീപനം ഉപേക്ഷിച്ച് നാടിൻ്റെ മുന്നേറ്റത്തിനായി പോരാടുകയാണ് വേണ്ടത്. പ്രത്യേക പാക്കേജ് വേണമെന്ന കേരളത്തിൻ്റെ ആവശ്യം അംഗീകരിപ്പിക്കാൻ സംസ്ഥാന സർക്കാരിനൊപ്പം എല്ലാവരുടെയും കൂട്ടായ ശ്രമം ഉണ്ടാകണം.